ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചോറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ചോറുണ്ടാക്കാം. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 3 കപ്പ് ചോറാണ് എടുത്തത്. പിന്നെ വേണ്ടത് 2 സവാള, 3 തക്കാളി, ഒരു 5 പച്ചമുളക്, ഒരു വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കാനുള്ളത് ജീരകമാണ്. വലിയ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വറ്റൻ മുളകും കറിവേപ്പിലയുമാണ്. ചെറുതായി അരിഞ്ഞ് വെച്ച 2 ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചേർക്കാനുള്ളത് തക്കാളിയാണ്. തക്കാളി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചോറിട്ട് കൊടുക്കാം. ഈ ഒരു റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ചേർക്കാനുള്ളത് കുറച്ച് കൂടുതലായിട്ട് മല്ലിയിലയും പുതിനയിലയുമാണ്. അതും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതും കൂടി ഉണ്ടായാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറികളുടെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു അച്ചാർ ഉണ്ടായാൽ മാത്രം മതി. ഈ ഒരു ബീട്രൂട്ട് അച്ചാർ ഇതിന് നല്ല ടേസ്റ്റാണ്. ഈ ഒരു അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ലഞ്ചിൽ കൊടുക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.